So dear students, in the module 2 in the revision according to the new scheme. Okay, it is EST100 and this is the syllabus. So all the scheme students in a separate revision class conduct, so attend that. Again, starting with friction. So friction is the force acting at the surface of contact between two bodies, and the surface of contact il engane aayirikkum act cheyyunnathu tangential aayittarikkum act cheyyunnathu. Okay, and direction engotteke aayirikkum opposite to that of the motion. Okay, and it depends on the surface roughness. So rough surface aanengil there will be friction, and if the surface is perfectly smooth, the friction will be zero. Okay, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പെർഫെക്റ്റ്ലി സ്മൂത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിക്ഷൻ സീറോ ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, അഗെയിൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ്റെ എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ബോഡി. ഓക്കെ, ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് പറ്റും, ആ ബോഡി റെസ്റ്റിലേക്ക് വരും. ഓക്കെ, കുറച്ച് മൂവ് ചെയ്തിട്ട് ദാറ്റ് ബോഡി വിൽ ഇവൻച്വലി കം ടു റെസ്റ്റ്. അപ്പോൾ അങ്ങനെ റെസ്റ്റിലേക്ക് വരാനുള്ള റീസൺ എന്താ, ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്യുന്നോറും. ഓക്കെ, അതെന്താ റീസൺ, ബിക്കോസ് ഓഫ് ദി ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് കുറഞ്ഞ് അവസാനം ആ ഒരു ബോഡി റെസ്റ്റിലേക്ക് വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ മീൻസ് ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ബൈ എ ബോഡി വെൻ ഇറ്റ് സ്ലൈഡ്സ് ഓവർ അനദർ ബോഡി. ഓക്കെ, അതിനാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഫ്രിക്ഷന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ. ഓക്കെ, സോ ദ മാക്സിമം വാല്യൂ ഓഫ് എ ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ബോഡി കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ, അഗെയിൻ സോ ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഫോഴ്സ് ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ സീറോ. അഗെയിൻ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സർഫസിൽ, ഓക്കെ, സർഫസിന് ടാൻജൻഷ്യലായിട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അഗെയിൻ ഫോഴ്സ് അതുപോലെ ഈ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് പറ്റും, ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇറ്റ് റീച്ചസ് എ മാക്സിമം വാല്യൂ. സോ ഇറ്റ് റീച്ചസ് എ മാക്സിമം വാല്യൂ. ഒരു മാക്സിമം വാല്യൂ വരെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്തിട്ട് ദെൻ വാട്ട് ഹാപ്പൻസ്, പിന്നെയും നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, പിന്നെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ദർ വിൽ ബി എ സഡൻ ഡ്രോപ്പ് ആൻഡ് ദെൻ ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആൻഡ് ഹയർ വെലോസിറ്റീസ് എല്ലാം ആണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രിക്ഷൻ്റെ വാല്യൂ കുറയും. ഓക്കെ, അതായത് നല്ല സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താ, അവിടെ ഫ്രിക്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സ്കിഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. ഓക്കെ, സോ അതായത് സ്കിഡ് നമ്മളിപ്പോൾ നല്ല ഹെവി റെയിനൊക്കെ ഉള്ള ടൈമിൽ ഓക്കെ സ്കിഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ കേട്ടില്ലേ. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് വൺ. ഇപ്പോൾ നല്ല വെലോസിറ്റിയിൽ വരുവാണെങ്കിൽ സ്കിഡ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഫ്രിക്ഷൻ. ഓക്കെ, സോ ഈ മാക്സിമം വാല്യൂ എന്താ, ദാറ്റ് ഈസ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ മാക്സിമം വാല്യൂവിന് തൊട്ട് മുമ്പ് വരെ എന്തായിരിക്കും, ഈ ബോഡി മൂവ് ചെയ്യത്തില്ല അല്ലേ. സോ ദ ബോഡി വിൽ ബി അറ്റ് റെസ്റ്റ്. അഗെയിൻ ഈ ഒരു ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും, ദിസ് ബോഡി വിൽ സ്റ്റാർട്ട് ടു മൂവ്. ഓക്കെ, സോ ഈ മാക്സിമം വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും, ദിസ് ബോഡി വിൽ ബിഗിൻ ടു മൂവ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാക്സിമം വാല്യൂ തരണം ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഈ ഒരു ബോഡി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുള്ളൂ. സോ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ അതായത് റെസ്റ്റിലാകുമ്പോൾ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു പി. ഓക്കെ, ആൻഡ് സ്റ്റാറ്റിക് അതായത് ആൻഡ് ഈ ലിമിറ്റിംഗ് വാല്യൂവിൽ എത്തുമ്പോൾ എന്തായിരിക്കും, ഫ്രിക്ഷൻ വിൽ ബി ഈക്വൽ ടു എഫ് മാക്സ്. ആൻഡ് കൂടുമ്പോഴത്തേക്കും ഓക്കെ പിയുടെ വാല്യൂ കൂടാൻ നേരത്ത് ഇഫ് ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് മാക്സ് ദെൻ ഡൈനാമിക് ബോഡി വിൽ ബി ഇൻ മോഷൻ. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഓരോ പോയിൻറ്റ്സും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അഗെയിൻ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ 3 ടൈപ്സ് ആണുള്ളത്. ഡ്രൈ ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഡ്രൈ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ 2 സോളിഡ് സർഫസസിലുള്ള ഫ്രിക്ഷനാണ് ഡ്രൈ ഫ്രിക്ഷൻ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് Coulomb ഫ്രിക്ഷൻ. അഗെയിൻ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ലെയേഴ്സ് ഓഫ് ലിക്വിഡ്സ് ഓർ ഗ്യാസസ്. ആൻഡ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, ഇൻ്റർമോളിക്കുലർ പാർട്ടിക്കിൾസ്, അതിലുള്ള സോളിഡ്സിൻ്റെ പാർട്ടിക്കിൾസിൽ ഇൻ്റർമോളിക്കുലർ പാർട്ടിക്കിൾസിലുള്ളതാണ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു സൈക്ലിക് ലോഡിംഗ്. നെക്സ്റ്റ് Coulomb's ലോസ് ഓഫ് ഫ്രിക്ഷൻ 6 ലോസ് ആണുള്ളത്. ഫസ്റ്റ് ലോ എന്ന് വെച്ചാൽ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്.
okay, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി നോർമൽ റിയാക്ഷൻ. ഫോഴ്സ് എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മോഷൻ. അഗെയിൻ ഈ ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നത് വരെ എങ്ങനെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷൻ വിൽ ബി ഈക്വൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റഫ്നെസ്. ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുപോലെ വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് ഹയർ വെലോസിറ്റീസിൽ പക്ഷേ ഇത് ആപ്ലിക്കബിൾ അല്ല. ദിസ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലോവർ വെലോസിറ്റി. കാരണം നമുക്കറിയാം ഹയർ വെലോസിറ്റിയിൽ ഫ്രിക്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ. 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. വൺ ഇസ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ് ആൻഡ് കോൺ ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ റെപ്രസെൻറ്റഡ് ബൈ മ്യൂ. ഓക്കെ, സോ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ഷൻ അല്ലേ. സോ ആ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന ആ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ് നമ്മൾ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഗൈൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും റിയാക്ഷനും. ഓക്കെ, സോ ഫ്രിക്ഷൻ ഫോഴ്സും റിയാക്ഷൻ്റെയും ഒരു റിസൾട്ടൻറ്റ് കാണും, റൈറ്റ്. അപ്പോൾ ഈ റിസൾട്ടൻറ്റും റിയാക്ഷനും മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അഗെയിൻ ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസ് എന്ന് വെച്ചാൽ ആൽഫ. ഓക്കെ, അതെന്ന് വെച്ചാൽ ഈ മാക്സിമം ഇൻക്ലിനേഷൻ. സോ മാക്സിമം ഇൻക്ലിനേഷൻ അപ് ടു വിച്ച് ദിസ് ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അതായത് ഈ ഒരു വാല്യൂ, ഈ ഒരു ആംഗിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു സർഫസിൽ കൂടെ. ഓക്കെ, so that maximum value is known as angle of repose. And cone of friction എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങോട്ടേക്ക് ആക്കുകയാണെങ്കിൽ what happens, this resultant is rotated about this അല്ലേ, ഈ ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു ഇങ്ങനെ. സോ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഓക്കെ ദിസ് വിൽ ഫോം എ കോൺ. ഇങ്ങനെ ഒരു കോൺ ഫോം ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് കോൺ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അഗെയിൻ സോ നമ്മൾ പറഞ്ഞ തന്നെ ലിമിറ്റിംഗ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ. ദിസ് കോഎഫിഷ്യൻറ്റ് ഇസ് നോൺ ആസ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ. അത് സ്റ്റാറ്റിക്കും ഉണ്ടാവും, കൈനറ്റിക്കും ഉണ്ടാവും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ വെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. കൈനറ്റിക് ഓർ ഡൈനാമിക്സ് എന്ന് വെച്ചാൽ ദ ബോഡി വെൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ, and that is known as coefficient of dynamic friction or coefficient of kinetic friction. Okay, then angle of friction. Angle of friction already പറഞ്ഞു, that is reaction. അതുപോലെ തന്നെ റിസൾട്ടൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ tan phi is equal to what? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ, അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ റിയാക്ഷൻ. സോ എഫ് ബൈ ആർ എൻ. ഓക്കെ, ആർ എൻ എന്ന് വെച്ചാൽ നോർമൽ റിയാക്ഷൻ. സോ എഫ് എന്തായിട്ട് നമുക്ക് എഴുതാം? മ്യൂ ആർ എൻ എന്ന് എഴുതാം അല്ലേ. and this is Rn, so Rn cancel ആയി. tan phi equal to mu എന്ന് കിട്ടി. ഓക്കെ, സോ tan phi equal to mu. phi എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. mu കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ. അഗെയിൻ ആംഗിൾ ഓഫ് റീപോസ്. സോ ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് വെച്ചാൽ പറയുന്നത്. ഓക്കെ, സോ അറ്റ് ദിസ് ആംഗിൾ ഓഫ് റീപോസ് ദിസ് ബോഡി വിൽ ബി അറ്റ് ഇക്വിലിബ്രിയം. സോ നമ്മൾ എന്താ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക, റിസോൾവ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്? W ആക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് W ഇൻക്ലിനേഷനിലായതുകൊണ്ട് നമ്മളിതിനെ റിസോൾവ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി, ഈ ആംഗിൾ എത്രയായിരിക്കും? ഫൈ. ഓക്കെ, സോ ദിസ് ആംഗിൾ ഇസ് ഫൈ. അതായത് ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെയിറ്റ് ആൻഡ് റിയാക്ഷൻ ഇസ് ഫൈ. ഓക്കെ, അപ്പോൾ റിസോൾവിങ് അല്ലെ ഇൻക്ലൈൻഡ് പ്ലെയിനെ ലോങ് ആയിട്ട് റിസോൾവ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ടാവും? ഒന്ന് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്, പിന്നെ W സൈൻ ആൽഫ. ഓക്കെ, അതേപോലെ നമ്മൾ പെർപെൻഡിക്കുലർ ടു ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്താൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ടാവും? W കോസ് ആൽഫ ആൻഡ് ആർ എൻ. ഓക്കെ, ക്ലിയർ? സോ അത് രണ്ടും കൂടി, ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇക്വേറ്റ് ചെയ്യാൻ നേരത്തെ എന്താ കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് ആൽഫ. ഓക്കെ, മ്യൂ ഈക്വൽ ടു ടാൻ ആൽഫ എന്ന് കിട്ടും. ഓക്കെ, മ്യൂ ഈക്വൽ ടു ടാൻ ആൽഫ. സോ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു മ്യൂ ഈക്വൽ ടു ടാൻ ഫൈ. So mu equal to tan alpha, mu equal to tan phi. So we can equate alpha and phi അല്ലേ. അതായത് angle of repose is equal to angle of friction. Clear? So ഈ angle of repose ഉം angle of friction ഈക്വൽ ആണ്. Next is cone of friction. Okay, so cone of friction എന്ന് വെച്ചാൽ എന്താ? When the resultant reaction, okay, resultant is rotated about the normal reaction. Okay, resultant reaction, when the resultant is rotated about the normal reaction force, it will form a cone of friction.
ഓക്കെ, ഇങ്ങനെയും വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതുപോലെയും വരയ്ക്കാം. ഓക്കെ, സോ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ആംഗിൾ സെയിം ആയിട്ട് തന്നെ നിൽക്കും അല്ലേ. ഇത് 5 ആണെങ്കിൽ ഇതും 5 തന്നെ. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് എ സെമി ആംഗിൾ ഈക്വൽ ടു ആൽഫ അല്ലെങ്കിൽ 5. ഓക്കെ, ബോത്ത് ആർ ഈക്വൽ. സോ ഇവിടെ 5 എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 5. ഓക്കെ, 5 ഓർ ആൽഫ രണ്ടും ഈക്വൽ ആണ്. നെക്സ്റ്റ് ഈസ് അനാലിസിസ് ഓഫ് സിംഗിൾ ബോഡി. സോ ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ 4 പ്രോബ്ലം, ഓക്കെ, സോ ന്യൂമറിക്കലി അതായത് അനാലിസിസ് ചെയ്യാനായിട്ട് 4 കേസസ് ആണുള്ളത്. ഫസ്റ്റ് ഇസ് അനാലിസിസ് ഓഫ് സിംഗിൾ ബോഡീസ്, ദെൻ വെഡ്ജ് ഫ്രിക്ഷൻ, ലാഡർ ഫ്രിക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് കണക്റ്റഡ് ബോഡീസ്. ഓക്കെ, സോ സിംഗിൾ ബോഡീസും കണക്റ്റഡ് ബോഡീസും അതായത് നമ്മൾ ജസ്റ്റ് റിസോൾവ് ചെയ്ത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതേ ഉള്ളൂ. അതായത് ഇപ്പോൾ സിംഗിൾ ബോഡി ആണെങ്കിൽ ഇതിൽ ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യും? വെയിറ്റ് ആക്ട് ചെയ്യും, റിയാക്ഷൻ ആക്ട് ചെയ്യും, പിന്നെ ഇതിലേക്കുള്ള ഫോഴ്സ്, പിന്നെ ഫ്രിക്ഷൻ. ഓക്കെ, മ്യൂ ആർ എൻ, ആർ എൻ, ഡബ്ല്യു ആൻഡ് ഫോഴ്സ്. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ എന്താ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക, റിസോൾവ് ചെയ്യുക. ഓക്കെ, അഗെയിൻ കണക്റ്റഡ് ബോഡീസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കണക്റ്റഡ് വിത്ത് ഒരു സ്ട്രിങ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ഒരു ടെൻഷൻ ഫോഴ്സും കൂടെ വരും, പിന്നെ എന്ത് വരും? ടെൻഷൻ ഫോഴ്സും വരും, ആൻഡ് ഓൾസോ ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സും വരും. ഓക്കെ, സോ ഈ ഫോഴ്സസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ആൻഡ് റിസോൾവ്. സോ ഇങ്ങനെയാണ് നമ്മൾ, അതായത് ബൈ റിസോൾവിങ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി along two perpendicular directions and then applying the conditions of equilibrium. Okay, again wedge friction. So wedges എന്ന് വെച്ചാൽ എന്താ? they are small triangular or trapezoidal pieces. Okay, small triangular or trapezoidal piecesനെയാണ് wedges എന്ന് പറയുന്നത്. that is this portion. Okay, and ഇത് എന്താ ഇതിൻ്റെ ഫങ്ഷൻ? ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്ട്സ്, ഹെവിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വെഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊസിഷൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് ഈ വെയിറ്റ് ഓഫ് ദി വെഡ്ജ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദിസ്, അല്ലേ? ഈ ഒരു വെഹിക്കിളിനെയോ അല്ലെങ്കിൽ ആ മെഷീനെയോ കമ്പയർ ചെയ്യുമ്പോൾ വെഡ്ജിൻ്റെ സൈസ് അല്ലെങ്കിൽ വെയിറ്റ് ഭയങ്കര സ്മോൾ ആണ്. സോ നമ്മൾ ഈ വെയിറ്റ് നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇൻക്ലൈൻഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ വെഡ്ജിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ എ വെഡ്ജ് കീപ്സ് മൂവിങ്. ഓക്കെ, അതായത് വെഡ്ജിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, വെഡ്ജിൽ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ വെഡ്ജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഹെവിയർ ഒബ്ജക്റ്റ്, സോ ഈ ഹെവിയർ ഒബ്ജക്റ്റ് ലിഫ്റ്റിംഗ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. വെഡ്ജ് വെച്ചിട്ട് എന്താ ഫങ്ഷൻ? ലിഫ്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. ഓക്കെ, അതായത് ഇങ്ങോട്ടേക്കൊരു മൂവ്മെൻറ്റ് ഇല്ല. സോ നമുക്ക് ഈ ഒരു പോർഷൻ ഫിക്സ്ഡ് ആക്കി കൊടുക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ലിഫ്റ്റിംഗ്. സോ ലിഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഒരു അപ്വേർഡ് മോഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലേ? ഈ ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്വേർഡ്. ഓക്കെ, ആൻഡ് ദിസ് വെഡ്ജ് ഇസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അഗെയിൻ നിങ്ങൾ ഈ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ഈ ഒരു സർഫസ്, അതായത് ഈ വെഡ്ജിൻ്റെയും അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെയും സർഫസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ സർഫസ് നോക്കാൻ നേരത്ത് ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങനെ, അല്ലേ? എങ്ങോട്ടേക്കാണ് സ്ലൈഡ് ചെയ്യുന്നത്? ഈ ഒരു ഒബ്ജക്റ്റ്, ദിസ് ഒബ്ജക്റ്റ് ഈസ് സ്ലൈഡിങ് അപ്വേർഡ്സ്. അതേപോലെ ഇവിടെ ഈ സർഫസ് നോക്കാൻ നേരത്ത് എങ്ങനെയാണ് വെഡ്ജ് മൂവ് ചെയ്യുന്നത്? വെഡ്ജ് സ്ലൈഡിങ്, അല്ലേ? ഇങ്ങനെ ഡൗൺവേർഡ്സ് ആണ് സ്ലൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒബ്ജക്റ്റ് ഈസ് സ്ലൈഡിങ് അപ്വേർഡ്സ് ആൻഡ് വെഡ്ജ് ഈസ് സ്ലൈഡിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, so this is how a wedge keeps. So ഇവിടെ ഫോഴ്സ്, ഓക്കെ, എന്തൊക്കെ ഫോഴ്സസ് ആ? ഒന്ന് അപ്ലൈഡ് ഫോഴ്സ്, ദെൻ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ദെൻ വെഡ്ജിൻ്റെ വെയിറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, സോ അത് മാർക്ക് ചെയ്യേണ്ട. അഗെയിൻ റിയാക്ഷൻസ്. സോ റിയാക്ഷൻസ് എല്ലാ സർഫസിലും വരും. ഫസ്റ്റ് ഇസ് ദിസ് സർഫസ് R1, ദെൻ ഈ സർഫസും പിന്നെ ഈ വെഡ്ജ് റെസ്റ്റ് ചെയ്യുന്ന സർഫസും. ഓക്കെ, സോ R1, R2 ആൻഡ് R3. അഗെയിൻ ഇതിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യുക. സോ ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ റിയാക്ഷൻ, ദറ്റ് ഇസ് മ്യൂ R1, അല്ലേ? ഇവിടെ മ്യൂ R2, മ്യൂ R3. സോ ഈ കേസിൽ എങ്ങോട്ടേക്കാണ് മോഷൻ? ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ മേളിലേക്കാണ്. സോ ഫ്രിക്ഷൻ ഡൗൺവേർഡ്സ്. ഓക്കെ, ആൻഡ് ഇവിടെ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ 2 രീതിയിലുള്ള മോഷനുണ്ട്. ഒന്ന് ഈ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് സ്ലൈഡ് ചെയ്യുന്നത്? മേളിലേക്കാണ്. Okay, so this object, if you are considering this object is sliding upwards, so friction എങ്ങോട്ടായിരിക്കും? Downwards. Okay, and if we are considering ഈ ഒരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വെഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോറി, ഞാൻ നേരത്തെ എന്താ വെഡ്ജ് എന്നായിരുന്നോ പറഞ്ഞത്?
Okay, so this object is moving, sliding upwards. അതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് നോക്കാൻ നേരത്തെ എങ്ങോട്ടാണ്, ഈ ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ the friction is acting downwards. Okay, again നമ്മൾ ഈ വെഡ്ജ് കൺസിഡർ ചെയ്യാൻ നേരത്ത് ഓക്കെ വെഡ്ജിൻ്റെ മോഷൻ എങ്ങോട്ടാണ്, വെഡ്ജ് സ്ലൈഡിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, അപ്വേർഡ്സ്. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് വെഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ഈ സർഫസ് ഫ്രിക്ഷൻ അപ്വേർഡ്സും ഈ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാൻ നേരത്ത് സർഫസ് ഫ്രിക്ഷൻ ഡൗൺവേർഡ്സും ആയിരിക്കും. ഓക്കെ, അത് ഈ ഒരു സർഫസിൽ മാത്രമാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. ഓക്കെ, ഈ ഒരു സർഫസിൽ മാത്രം, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അഗെയിൻ ഈ ഒരു ഇവിടെ എങ്ങനെയായിരിക്കും, ഈ സർഫസിൽ ഓക്കെ, അതായത് വെഡ്ജ് റെസ്റ്റ് ചെയ്യുന്ന സർഫസിൽ എങ്ങനെയായിരിക്കും, വെഡ്ജ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, അല്ലെ വെഡ്ജ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അഗെയിൻ അപ്പോൾ ഇതാണ് ഡയറക്ഷൻസ്. ഇഫ് യു ആർ ക്ലിയർ വിത്ത് ദിസ് ഡയറക്ഷൻ നമുക്ക് അനാലിസിസ് നടത്താൻ എളുപ്പമാണ്. ഓക്കെ, സോ അനാലിസിസ് നടത്താൻ നേരത്ത് ഫസ്റ്റ് ഈ ഒരു വെഡ്ജിൻ്റെ ഈ ഒരു സർഫസും ഈ ഒബ്ജക്റ്റും മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് കൺസിഡർ ദിസ് വെഡ്ജ് ആൻഡ് the surface on which it rests. Okay, so first ഈ ബോഡി കൺസിഡർ ചെയ്യുക. സോ ബോഡി കൺസിഡർ ചെയ്യാൻ നേരത്ത് ബോഡി എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, വെഡ്ജിൽ. ഓക്കെ, ആൻഡ് ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അപ്വേർഡ്സ് അല്ലേ, ഇങ്ങനെ മേളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ ഈ സർഫസിൽ അപ്വേർഡ്സ് ആണ് സ്ലൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഫോഴ്സസ് വരുന്നത്. അതായത് റിയാക്ഷൻ വരും, ദെൻ ഫ്രിക്ഷൻ ഫോഴ്സ്, വെയിറ്റ്, ആൻഡ് ഇവിടെ ഒരു റിയാക്ഷൻ വരും, അപ്വേർഡ് റിയാക്ഷൻ, ആൻഡ് ഫ്രിക്ഷൻ ഫോഴ്സസ്. ഇവിടെ സ്ലൈഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ലൈഡ് ചെയ്യുന്നത് മേളിലേക്കാണ്. ഓക്കെ, സ്ലൈഡ് ചെയ്യുന്നത് ഈ ബോഡി സ്ലൈഡ് ചെയ്യുന്ന മേളിലേക്കാണ്. സോ ഫ്രിക്ഷൻ താഴേക്കായിരിക്കും. ഓക്കെ, സോ ഫ്രിക്ഷൻ ഇവിടെ എങ്ങനെയാണ്, താഴേക്ക്. ഓക്കെ, സോ അഗെയിൻ ഇത് വേർട്ടിക്കലി റിസോൾവ് ചെയ്യുക. ഓക്കെ, അതായത് വേർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ്, W, mu, R1, then R2 cos alpha. ഇത് ആൽഫ ആണെങ്കിൽ ദിസ് വാല്യൂ ഓൾസോ വിൽ ബി ആൽഫ. ഓക്കെ, ആൻഡ് mu2 R2 സർഫസിലാണ്. സോ ഈ ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത് എന്തുമായിരിക്കും, ആൽഫ തന്നെ. ഓക്കെ, സോ mu2 R2 സൈൻ ആൽഫ ആണ് വേർട്ടിക്കലി വരുന്നത്. സോ ഈ 4 ഫോഴ്സസും ഓക്കെ അതിൻ്റെ സൈൻ കൺവെൻഷൻസ് ഇടുക, റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതേപോലെ ഇതിനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടലി ഏതൊക്കെ ഫോഴ്സസാണ് വരുന്നത്, R1 വരുന്നുണ്ട്, ദെൻ mu2 R2 cos ആൽഫ. ഓക്കെ, mu2 R2 cos ആൽഫ ഇങ്ങനെ വരുന്നുണ്ട്, ദെൻ R2 സൈൻ ആൽഫ, അതായത് R2 സൈൻ ആൽഫ. ഓക്കെ, അപ്പം ഇങ്ങനെ അത് മാർക്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. സോ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, ദെൻ നെക്സ്റ്റ് നമ്മൾ വെഡ്ജ് കൺസിഡർ ചെയ്യുക. വെഡ്ജ് മാത്രം കൺസിഡർ ചെയ്യുക. സോ വെഡ്ജിൽ എങ്ങനെയൊക്കെയാണ് മോഷൻ, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് P. ഓക്കെ, ദെൻ ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള റിയാക്ഷൻ വരുന്നുണ്ട്, ദറ്റ് ഈസ് R2, ദെൻ mu2 R2. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ, ഈ സർഫസിന് ലോങ് ആയിട്ട് നോക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് വെഡ്ജ് മൂവ് ചെയ്യുന്നത്, വെഡ്ജ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദ ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ബി അപ്വേർഡ്സ്. ഓക്കെ അല്ലേ, ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, മേളിലേക്കായിരിക്കും. അതായത് ഇത് ഈ സർഫസിനെ വെച്ച് നോക്കുമ്പോൾ വെഡ്ജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ റിയാക്ഷൻ അപ്വേർഡ്സ്. സോ ആംഗിൾസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് റിസോൾവ് ഇറ്റ്. ഇതേപോലെ തന്നെ റിസോൾവ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് 2 ഇക്വേഷൻസ്. സോ ടോട്ടലി 4 ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഈ 4 ഇക്വേഷൻസും വരുന്നതാണ് നിങ്ങൾ അനാലിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലാഡർ ഫ്രിക്ഷൻ. സോ ലാഡർ ഫ്രിക്ഷനിൽ എന്താ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലാഡർ ഫ്രിക്ഷൻ നമുക്കറിയാം ഒരു വോളിലും ഗ്രൗണ്ടിലുമായിട്ടായിരിക്കും നമ്മൾ ലാഡർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് വരും, വൺ ഈസ് വെയിറ്റ് ഓഫ് ദി ലാഡർ. ഓക്കെ, ഇപ്പോൾ എയിലും ബിയിലും അതേപോലെ എ പോയിന്റിലും ബി പോയിന്റിലും ഈ കോൺടാക്റ്റ് ഉള്ള പോയിന്റ്സിൽ റിയാക്ഷൻ വരും. ഓക്കെ, അതായത് വോളിൽ നിന്നുള്ള റിയാക്ഷനും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്നുള്ള റിയാക്ഷൻ RF. അഗെയിൻ ഇവിടെ എന്തും കൂടെ വരും, അഗെയിൻ ഈ ഒരു ലാഡർ സ്ലിപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, സോ സ്ലിപ്പ് ചെയ്യാൻ നേരത്ത് എന്താ പറ്റുന്നത്, സോ സ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അതായത് ലാഡർ ഈ ബി പോയിന്റിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്തു, എ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. സോ ഇങ്ങനെയാണ് മൂവ് ചെയ്തത്. സോ ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഇവിടെ അപ്വേർഡ്സും വരും, അതുപോലെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടും വരും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, mu W RW ആൻഡ് mu F RF. ഓക്കെ, ഫ്ലോർ mu F ആൻഡ്
reaction from the floor, RF. So totally എത്ര ഫോഴ്സസ് ഉണ്ട്? W, RW, RF, mu F, RF, mu W, RW. ഇങ്ങനെ 5 ഫോഴ്സസ് ആണ് ഓൾ ടുഗെദർ ഈ ഒരു ലാഡറിൽ വരുന്നത്. അത് നമ്മൾ ഇങ്ങനെ ലൈൻ ഡയഗ്രാം പോലെ വരച്ചു. ഓക്കെ, ക്ലിയർ? സോ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അനാലിസിസിൽ എന്താ വേണ്ടത്? ഈ ഫോഴ്സസ് എല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഫോഴ്സസ് മാർക്ക് ചെയ്യുക. ദെൻ നമുക്ക് ലിമിറ്റിംഗ് കണ്ടീഷൻ, ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കാം, ഹൊറിസോണ്ടൽ ഫോഴ്സസ് എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടേക്കിംഗ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഏതൊക്കെ ഹൊറിസോണ്ടൽ ഫോഴ്സസ്? mu F RF and RW. Okay, mu F RF പോസിറ്റീവ്, RW നെഗറ്റീവ്. സോ ദാറ്റ് ഇസ് അത് ഫസ്റ്റ് ഇക്വേഷൻ വരും. ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കാൻ നേരത്ത് mu W, RW ആണ് പോസിറ്റീവ് ആൻഡ് RFും പോസിറ്റീവാണ്, W നെഗറ്റീവ്. ഓക്കെ, സോ 2 ഇക്വേഷൻസ് കിട്ടും. അഗെയിൻ നമുക്കിവിടെ RF, RW. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് എന്താ? വി ഹാവ് ടു ടേക്ക് ദി മൊമെൻറ്റ്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിന് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുക. ഓക്കെ, സോ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഇവിടെ അല്ലേ സ്ലിപ്പും ഉണ്ടാകരുത്. സ്ലിപ്പ് ഉണ്ടാകുമെങ്കിൽ എന്താ? സ്ലിപ്പ് ഉണ്ടാകരുതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് റൊട്ടേറ്റ് അബൌട്ട് എ പോയിന്റ്. ഈ ഒരു പോയിന്റിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യരുത്. സോ വി ഹാവ് ടു ടേക്ക് ദ മൊമെൻറ്റ് ദെയർ ആസ് 0. ഓക്കെ, ഇവിടെ റൊട്ടേഷൻ ഇല്ല എന്ന് പറഞ്ഞ് മൊമെൻറ്റ് 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ മൊമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ഓരോ ഫോഴ്സും ഇപ്പോൾ ഇവിടെ മൊമെൻറ്റ് എടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കാം. ഓക്കെ, എ പോയിന്റിന് അബൌട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്. സോ ഈ 2 ഫോഴ്സസും ഇവിടെ എടുക്കേണ്ട, കൺസിഡർ ചെയ്യേണ്ട. ബിക്കോസ് ദേ ആർ ആക്ടിങ് അറ്റ് ദാറ്റ് പോയിന്റ് ഇറ്റ് സെൽഫ്. ആ ഒരു പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഫോഴ്സസ്, ഓക്കെ, ഈ 2 ഫോഴ്സസ് നെഗ്ലക്റ്റ് ചെയ്യാം. അഗെയിൻ ഈ 3 ഫോഴ്സ് കൊണ്ടുള്ള മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇഫ് യു ആർ ടേക്കിംഗ് W, ഓക്കെ, സോ W ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് വരും? W ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് C എന്ന് മാർക്ക് ചെയ്താൽ AC cos theta. ഓക്കെ, സോ ഇത് AC ആണെങ്കിൽ, ഓക്കെ, സോ ദിസ് ഇസ് എ പോയിന്റ്, സെൻറ്റർ പോയിന്റ് നമ്മൾ AC എന്ന് എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദിസ്? ഓക്കെ, ഇത് AC ആണെങ്കിൽ ദിസ് ഇസ് വാട്ട്? AC cos theta. ഓക്കെ, സോ W എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു AC cos theta ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അതൊരു ഫോഴ്സ്. ആൻഡ് ഇത് അല്ലേ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേഷൻ. സോ ദാറ്റ് ഇസ് വാട്ട്? പോസിറ്റീവ്. അതുകൊണ്ട് W ഇൻറ്റു AC cos theta പോസിറ്റീവ് എന്ന് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ്. സോ നെക്സ്റ്റ് ഫോഴ്സ് എന്ത് വരും? ഓക്കെ, നെക്സ്റ്റ് ഇത്. ഓക്കെ, mu W, RW. ഓക്കെ, ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ, അതായത് OA. mu W ഇൻറ്റു OA. സോ ഇത് എങ്ങോട്ടേക്കാണ് വരുന്നത്? ഇങ്ങോട്ടേക്കാണ് റൊട്ടേഷൻ. ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ നെഗറ്റീവ്. ഓക്കെ, അഗെയിൻ RW ഇൻറ്റു OB. RW ഇൻറ്റു OB എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഓക്കെ, സോ ഇങ്ങനെ മൊമെൻ്റ് എടുക്കുക. ഓക്കെ, ആൻഡ് ACക്ക് നമുക്ക് L/2 എന്ന് കൊടുക്കുക അല്ലേ. സോ ഇഫ് ദിസ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ലാഡർ L ആണെങ്കിൽ AC എന്താ? L/2. ഓക്കെ, ക്ലിയർ? ആൻഡ് ഇത് നമുക്ക് L sin cos theta എന്നും ഇത് L sin theta എന്നും കൊടുക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് L sin theta, ദിസ് വിൽ ബി L cos theta. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, അതായത് OAക്ക് പകരം L cos theta, OBക്ക് പകരം L sin theta. So this is how we are getting this third equation. Okay, so this is how we analyze ladder friction. Again, ഇതിൽ വരുന്നൊരു ടോപ്പിക്കാണ് പാരലൽ കോപ്ലനാർ ഫോഴ്സ്. സോ അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പാരലൽ ഫോഴ്സസ് വന്നാലുള്ള സൈൻ കൺവെൻഷൻ, അതേപോലെ കപ്പിൾ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ റിസൾട്ടൻറ്റ്, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ. ഓക്കെ, സോ സെയിം ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നെക്സ്റ്റ് ഇസ് ബീംസ്. സോ ടൈപ്സ് ഓഫ് ബീംസ് ആണ്. ബീംസ് ഇങ്ങനെ 5 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് കാൻഡിലിവർ ബീം. കാൻഡിലിവർ എന്ന് വെച്ചാൽ എന്താ? ഒരെൻഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള ബീമിനെയാണ് കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഇവിടെ സപ്പോർട്ടൊന്നുമില്ല, പക്ഷേ ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ ബസ് ഷെഡൊക്കെ, ഓക്കെ, അതിൽ ഈ ഒരു എഡ്ജ് ഫിക്സ്ഡ് ആയിരിക്കും, ഈ പാർട്ട് എന്താ? ഫ്രീ ആയിട്ട്, ഇവിടെ സപ്പോർട്ടൊന്നും ഇല്ലാതിരിക്കുകയാണ് അല്ലേ. അതേപോലെ ഇത്
ഈ ഒരു ട്രസ്. ഓക്കെ, ഇത് അതേപോലെ നിങ്ങൾ ഈ ക്രെയിൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, ബിൽഡിങ്സും അതേപോലെ ഷിപ്പിൻ്റെയൊക്കെ അവിടെ ക്രെയിൻസ്. ഓക്കെ, സോ അതുമൊക്കെ എങ്ങനെയായിരിക്കും, ഒരെൻഡ് ഫ്രീ ആയിരിക്കും, മറ്റേ എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ബീംസിനാണ് കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചാൽ രണ്ട് എൻഡിലും സിംപ്ലി സപ്പോർട്ടഡ്. ഓക്കെ, അതായത് ചുമ്മാതെ ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്യാണ്. അതായത് ഈ ഒരു ബീം ഈ രണ്ട് സപ്പോർട്ടിൽ റെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഫ്രീ ഓൺ ഇറ്റ്സ് സപ്പോർട്ട് അറ്റ് ബോത്ത് എൻഡ്സ്. സോ എക്സാമ്പിളാണ് ഉണ്ടോ ഇത്, ഈ ഒരു ബീം നമ്മൾ സാധാ കാണുന്ന ബീംസ്. ഓക്കെ, അതായത് ഇതെല്ലാം സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ചുമ്മാതെ രണ്ട് സപ്പോർട്ടിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓവർഹാങ്ങിങ് ബീം. ഓവർഹാങ്ങിങ് ബീം എന്ന് വെച്ചാൽ എൻഡ് പോർഷൻ ഇങ്ങനെ ഓവർഹാങ് പോലെ നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഒരു ബീമിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻഡ് പോർഷൻ ഓവർഹാങ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഓവർഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. അതായത് ഹാങ് ചെയ്ത് കിടക്കുകയായിരിക്കും. എക്സാമ്പിൾ ഇത്. ഓക്കെ, ഓവർഹാങ്ങിങ് ബീം. ഓക്കെ, സോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് പോർഷൻ, അതിൻ്റെ ഓവർഹാങ്ങിങ് പോർഷൻ. അഗെയിൻ ഫിക്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ബീമിനെയാണ് ഓക്കെ ഫിക്സ്ഡ് ബീംസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ വോൾസ്. ഇപ്പോൾ വോളൊക്കെ നിങ്ങൾ ഈ വോളിൽ കൂടെ തന്നെ വോളിൻ്റെ അകത്തേക്ക് കയറ്റി നമ്മളിപ്പോൾ സ്ലാബ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, സോ അതിനെയാണ് ഫിക്സ്ഡ് ബീംസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ഇങ്ങനെ ഫിക്സ്ഡ് ആക്കിക്കണ്ട് ഈ ബീം ഇവിടെ ഫിക്സ്ഡ് ആണ്. അതേപോലെ ഈ റെയിൽവേയിൽ പോൾസ് ഒക്കെ കാണത്തില്ലേ, അതേപോലെ എല്ലാ പോൾസും ഇതെല്ലാം എന്താ ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇലക്ട്രിക് പോൾസ് ഇതെല്ലാം എന്താ ഫിക്സ്ഡ് ടൈപ്പാണ്. ഓക്കെ, സോ ദേ ആർ ഫിക്സ്ഡ് ബീംസ്. അഗെയിൻ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 സപ്പോർട്ട്സ്, രണ്ടിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ബീം. ഇപ്പോൾ എല്ലാ ബ്രിഡ്ജസും എല്ലാം എന്താ അല്ലേ, ബ്രിഡ്ജസിൽ എത്ര സപ്പോർട്ടാണ് ഉള്ളത്, സോ ദേ ആർ കണ്ടിന്യൂസ്. അഗെയിൻ ലോഡ് മെയിൻലി 3 ടൈപ്സാണ് ഉള്ളത്, കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ്സ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആൻഡ് യൂണിഫോംലി വേരിയിങ് ലോഡ്. ഓക്കെ, ആൻഡ് ലോഡ് എങ്ങനെയായിരിക്കും ഒരു ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്നത്, വെർട്ടിക്കലി. ഓക്കെ, സോ ബീം ഇസ് നോർമലി ഹൊറിസോണ്ടൽ. ബീംസ് എന്ന് വെച്ചാൽ എന്താ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ്, ആൻഡ് അതിലെ ലോഡ്സ് എങ്ങനെയായിരിക്കും വെർട്ടിക്കൽ. ഓക്കെ, വെർട്ടിക്കൽ ലോഡ്സ് ആയിരിക്കും. സോ ഫസ്റ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡ്സ്. ഇതുപോലെ ഓക്കെ, ഇപ്പോൾ ഇതൊരു ബീമാണ്, ഇതിൽ നമ്മളിങ്ങനെ അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണെങ്കിൽ ദാറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡ്. ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് വെച്ചാൽ ഒരു ബീമിൽ കംപ്ലീറ്റ്ലി ഒരു ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. ഓക്കെ, അതായത് ഓരോ മീറ്ററിലും എത്ര ന്യൂട്ടൺ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 1000 ഓക്കെ ലോഡ് ഇസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ്. അതായത് ഒരു മീറ്ററിൽ എത്രയാണ് 1000 ന്യൂട്ടൺ ലോഡാണ് ഒരു മീറ്ററിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഡബ്ല്യു ന്യൂട്ടൺ പെർ മീറ്റർ, സ്മോൾ ഡബ്ല്യു. ഓക്കെ, ഇത് ക്യാപിറ്റൽ ഡബ്ല്യു, ഇത് സ്മോൾ ഡബ്ല്യു, ആൻഡ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യൂണിറ്റ്. ഇവിടെ എന്തായിരിക്കും ന്യൂട്ടൺ. ഓക്കെ, സോ കോൺസെൻട്രേറ്റഡ് ലോഡിൽ ന്യൂട്ടൺ ആൻഡ് ഇവിടെ ന്യൂട്ടൺ പെർ മീറ്റർ, ദാറ്റ് ഈസ് ഫോഴ്സ് പെർ ഡിസ്റ്റൻസ്. ഓക്കെ, അഗെയിൻ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് വെച്ചാൽ വേരി ചെയ്യുകയാണ്, ആ ഡിസ്റ്റൻസ് ബേസ് വെച്ചിട്ട് വേരി ചെയ്യുകയാണ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡാം ആണെങ്കിൽ ഈ ഡാമിൽ അല്ലെ ഏറ്റവും വാട്ടർ ഇവിടെ ഇപ്പോഴത്തെ എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്. സോ വാട്ടറിൻ്റെ പ്രഷർ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഏറ്റവും ടോപ്പിൽ പ്രഷർ കുറവായിരിക്കും. ഓക്കെ, ടോപ്പിൽ നിന്ന് ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. സോ ഇങ്ങനെയുള്ള ഒരു ലോഡ് ട്രയാങ്കുലർ ലോഡിങ്ങിനെയാണ് ഓക്കെ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് ഇക്വലൻറ്റ് ലോഡ്. സോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്കാണെങ്കിൽ ഇത് മാത്രം മതി നമുക്ക്, അതായത് UVL യൂഷ്വലി ചോദിക്കാറില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ സിലബസിൽ കോൺസെൻട്രേറ്റഡ് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ നമ്മൾ ഇത് രണ്ടും നിങ്ങൾ നോക്കണം. അതായത് ഈ 2 ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെയാണ്, കാരണം വി കനോട്ട് എക്സ്പെക്ട് ദ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ആസ്ക്ഡ്. ഓക്കെ, സോ രണ്ടും നോക്കുക. അതായത് ഇപ്പോൾ UDL ആണെങ്കിൽ ഓക്കെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്, സെൻറ്ററിലാണെന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു ലോഡിനെ കംപ്ലീറ്റ് ആയിട്ട് സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുതാൻ പറ്റും, W × L. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു
ക്വസ്റ്റ്യനിൽ UDL 5 Newton per meter, ഓക്കെ, ആൻഡ് 2 മീറ്ററും തന്നിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരക്കാം അതിന്? ഈ 5 ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളത് ഒരു ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിനെ നമുക്ക് ലോഡിലേക്ക്, അതായത് ഇതിനെ ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദിസ് UDL ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്യുക. ഓക്കെ, സോ WUDL ഇൻറ്റു ഡിസ്റ്റൻസ്, സോ ദാറ്റ് വിൽ ബി, അങ്ങനെയാണ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്തായിട്ടാണ് വരുന്നത്? സോ ഇവിടെ ഇതിനെ നമുക്ക് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇത് ട്രയാങ്കിൾ അല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കുക, ദറ്റ് ഈസ് L/2. സോ നമുക്കറിയാം ഇവിടെ 0 ആയിരിക്കും, ഇവിടെ W ആയിരിക്കും അല്ലേ. ഇവിടെ 0 ന്യൂട്ടൺ പെർ മീറ്റർ, ഇവിടെ W ന്യൂട്ടൺ പെർ മീറ്റർ. സോ ഏരിയ എങ്ങനെ എടുക്കുന്നത്? ഹാഫ് ഇൻറ്റു ഇത് ലെങ്ത് ഇൻറ്റു W. അങ്ങനെയാണ് ഈ WL/2 കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ആൻഡ് ഇത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? 2/3. ഓക്കെ, അതായത് ഈ ഒരു എൻഡിൽ നിന്ന് 2/3യും ഈ എൻഡിൽ നിന്ന് L/3യും ഇതായിരിക്കും പൊസിഷൻ. ഓക്കെ, സോ ഇത് നിങ്ങൾ നോക്കുക, അതായത് ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ടാണ്. സോ മെയിൻലി 3 ടൈപ്പ് സപ്പോർട്ടാണുള്ളത്. വൺ ഇസ് റോളർ സപ്പോർട്ട്. ഓക്കെ, റോളർ സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഇതിൽ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് സപ്പോർട്ട് ഇങ്ങനെ റോളർ പോലെ ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഈ കണ്ടെയ്നേഴ്സ് അതേപോലെയുള്ള ഷിപ്പിങ്ങിൻ്റെയൊക്കെ, ഓക്കെ, ഷിപ്പ് യാർഡ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ലോഡ്സൊക്കെ കുറേ ക്യാരി ചെയ്യാനായിട്ട് ഗുഡ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റിലുമൊക്കെ ഇതേപോലെ റോളർ സപ്പോർട്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് റോളർ സപ്പോർട്ട്സ്. ആൻഡ് റോളർ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് അലോങ് ദി സർഫസ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഇത് റോളർ സപ്പോർട്ടിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അതായത് നമ്മളിപ്പോൾ റോളർ സ്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ എങ്ങോട്ട്, അല്ലെങ്കിൽ റോളിംഗ് ചെയേഴ്സ്. ഓക്കെ, സോ അതിന് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, സോ റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? വെർട്ടിക്കൽ. സോ അതിനൊരു റിയാക്ഷനേ ഉള്ളൂ റോളർ സപ്പോർട്ടിന്, ദറ്റ് ഈസ് വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, കാരണം ഈ ഒരു റോളർ സപ്പോർട്ടിന് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും, അതായത് ഇതിന് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും അല്ലേ. ഈ റോളറിന് നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാം. പക്ഷേ ഇറ്റ് റെസിസ്റ്റ്. ഓക്കെ, സോ പക്ഷേ എന്താ, വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും ഇത് എടുക്കുക. അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല, വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് സിൻസ് ഇറ്റ് റെസിസ്റ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ദർ ഇസ് എ വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ ലാറ്ററൽ ലോഡ്സ് റെസിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റ് ചെയ്യുമോ? ഇല്ല, ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ. സോ ഏത് ഡയറക്ഷനാണോ റെസിസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, മൂവ്മെൻറ്റ് ഇല്ലാത്തത്, അതായത് റെസിസ്റ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണോ അവിടെയായിരിക്കും റിയാക്ഷൻ. ഓക്കെ, സോ വെർട്ടിക്കൽ ഫോഴ്സ് ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്, സോ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ വരുന്നത്. അഗെയിൻ പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഓക്കെ, സോ പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ 2 റിയാക്ഷൻസ് ആണുള്ളത്. അതായത് നമുക്ക് ഹിഞ്ചസ് അറിയാം അല്ലേ, ഡോറിൻ്റെ ഹിഞ്ചസ് ഒക്കെ. സോ ഏത് ഡയറക്ഷനിലാണ് മോഷൻ ഉള്ളത്? ഒരൊറ്റ ഡയറക്ഷനിലെ മോഷൻ ഉള്ളത്, അതായത് അവിടെ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് അലൗസ് ഓൺലി ദ റൊട്ടേഷൻ, അതായത് ഇറ്റ് റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ്. സോ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഫോഴ്സും റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് 2 റിയാക്ഷൻസ് ആണുള്ളത്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, സോ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നത് അവിടെ എന്തുണ്ടാകും? റിയാക്ഷൻ. അഗെയിൻ ഫിക്സ്ഡ് സപ്പോർട്ട്. സോ ഫിക്സ്ഡ് സപ്പോർട്ട് നമുക്കറിയാം എല്ലാ ഡയറക്ഷനിലും റെസിസ്റ്റ് ചെയ്യാണ്, മൂവ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഇത് ഇപ്പോൾ റെയിൽവേയിലെ ഒരു പോളാണ് കാണിച്ചിരിക്കുന്നത്, ഇത് ഫിക്സ്ഡ് ആണ്, അതായത് ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിലൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്താലും ദിസ് വിൽ റെസിസ്റ്റ്, ഇത് വെർട്ടിക്കൽ ഫോഴ്സും റെസിസ്റ്റ് ചെയ്യും. അതായത് ഇതിൽ എന്ത് ടൈപ്പ് ഫോഴ്സ് കൊടുത്താലും റെസിസ്റ്റ് ചെയ്യും. ഇറ്റ് വിൽ ഓൾസോ റെസിസ്റ്റ് മൊമെൻറ്റ്. ഓക്കെ, സോ എല്ലാ ടൈപ്പ് ലോഡും റെസിസ്റ്റ് ചെയ്യുന്നതിന്, അതായത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് മൊമെൻറ്റ്, അതിനെയാണ് ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ഡയറക്ഷനിലും എന്തുണ്ട്? റിയാക്ഷൻസും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് വിൽ ഹാവ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് മൊമെൻറ്റ്. സോ ഇവിടെ ഞാനൊരു ചാർട്ട് പോലെ കാണിച്ചിട്ടുണ്ട്. റോളർ സപ്പോർട്ട് ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും റിയാക്ഷൻ?
ഓക്കെ, റോളർ സപ്പോർട്ടിൽ വേർട്ടിക്കലി മാത്രമായിരിക്കും റിയാക്ഷൻ. ഓക്കെ, ഏത് ലോഡാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? വേർട്ടിക്കൽ ലോഡ്. സോ വേർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, പിൻഡ് സപ്പോർട്ട്. പിൻഡ് എന്ന് വെച്ചാൽ ഹിഞ്ച്ഡ്. ഓക്കെ, പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഹിഞ്ച്ഡ് സപ്പോർട്ട് വേർട്ടിക്കലും ഹൊറിസോണ്ടലും റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് അതിൽ ആകെ റൊട്ടേഷൻ മാത്രമേ പെർമിറ്റഡ് ആയിട്ടുള്ളൂ, ബാക്കി രണ്ടും റെസിസ്റ്റ് ചെയ്യണം. സോ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അഗെയിൻ ഫിക്സ്ഡ് സപ്പോർട്ട് ആണെങ്കിൽ എല്ലാ ഫോഴ്സും റെസിസ്റ്റ് ചെയ്യും. സോ ഇതെന്താണ്? റിയാക്ഷൻ എല്ലാ ഡയറക്ഷനിലും ഉണ്ട്. ഓക്കെ, ഓക്കെ, ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്. ആൻഡ് ടുമാറോ ഡേ 3 മൊഡ്യൂൾ 3 ദറ്റ് ഈസ് ന്യൂ ആൻഡ് ഓൾഡ് സ്കീം റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ.